നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങളുടെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങളുണ്ട്, പലതും നേടണമെന്ന അതിയായ ആഗ്രഹവുമുണ്ട്. എന്നിട്ടും കാലുകളിൽ അദൃശ്യമായ ഏതോ വലിയൊരു ഭാരം കെട്ടിവെച്ചതുപോലെ ഒരിടത്തു തന്നെ നിങ്ങൾ തളർന്നു നിൽക്കുകയാണ്. ഓരോ പ്രഭാതവും ഉണരുന്നത് പുതിയ പ്രതീക്ഷകളോടെയല്ല, മറിച്ച് ഇന്നലത്തെ അതേ നിരാശകളുടെയും ഭയത്തിന്റെയും തുടർച്ചയായാണ്. കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ നിങ്ങളെ തന്നെ നോക്കാൻ നിങ്ങൾക്ക് മടിയാണ്. കാരണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളല്ല ഇപ്പോൾ ആ കണ്ണാടിയിലുള്ളത്. എവിടെ നിന്നാണ് ഈ മാറ്റങ്ങൾ തുടങ്ങേണ്ടതെന്നറിയാതെ ഒരു വലിയ ഇരുട്ടറയിൽ ഒറ്റപ്പെട്ടുപോയതുപോലെയുള്ള ഒരു തോന്നൽ. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഈ യുദ്ധത്തിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ആരോ ആണെന്നാണ്. നമ്മുടെ സാഹചര്യങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നമ്മളെ പിന്തുണയ്ക്കാത്ത സമൂഹമോ ഒക്കെയാണ് നമ്മുടെ പരാജയത്തിന് കാരണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യമതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളം നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ പൊരുതുന്നത് നിങ്ങളോട് തന്നെയാണ്. ഈ തളർച്ചയിൽ നിന്ന്, ഈ മരവിത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താക്കോൽ മറ്റാരുടെയെങ്കിലും കയ്യിലല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത്. നമ്മൾ മനുഷ്യർ നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വലിയൊരു കള്ളമുണ്ട്: നാളെ എന്ന വാക്ക്. നാളെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും, നാളെ ഞാൻ പഠിച്ചു തുടങ്ങും, അടുത്ത മാസം 1-ാം തീയതി മുതൽ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി കഠിനമായി അധ്വാനിക്കും. നാളെ എന്നത് ഒരു മരുപ്പച്ച മാത്രമാണ്. ദാഹിച്ചു വലഞ്ഞവൻ മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് കരുതി ഓടിയെടുക്കുമ്പോൾ അതില്ലാതാകുന്നതുപോലെ നാളെ എന്ന ദിവസത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് വീണ്ടും ഇന്നായി മാറും. ഇന്നത്തെ നമ്മുടെ മടിയെയും ഭയത്തെയും ന്യായീകരിക്കാൻ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ഒരു കപടമായ വാഗ്ദാനമാണ് നാളെ എന്നത്. നമ്മളിൽ പലരും ഒരു വലിയ കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാം അനുകൂലമാകുന്ന ഒരു സമയം വരും, എല്ലാ പ്രശ്നങ്ങളും തീരുന്നൊരു സുപ്രഭാതം വരും, അന്ന് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. എന്നാൽ ഓർക്കുക, എല്ലാം പൂർണ്ണമായി ശരിയാകുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. ഈ ലോകത്തിൽ ആരും തന്നെ എല്ലാം തികഞ്ഞിട്ടല്ല യാത്ര തുടങ്ങുന്നത്. ഒരു വലിയ ഇരുണ്ട കാട്ടിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഒരാളെ സങ്കൽപ്പിക്കുക. അയാളുടെ കയ്യിൽ ഒരു ചെറിയ റാന്തൽ വിളക്ക് മാത്രമാണുള്ളത്. ആ വിളക്കിന്റെ വെളിച്ചം മുന്നിലെ വെറും 2 അടി ദൂരത്തേക്ക് മാത്രമേ വീഴുന്നുള്ളൂ. കാടിന്റെ അങ്ങേയറ്റം വരെ ആ വെളിച്ചം എത്തുന്നില്ല എന്ന് കരുതി അയാൾ അവിടെ തന്നെ നിന്നാൽ ഒരിക്കലും അയാൾക്ക് ആ കാട് കടക്കാൻ കഴിയില്ല. പകരം ആ വെളിച്ചം കാണിക്കുന്ന ആ 2 അടി ദൂരം അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ അടുത്ത 2 അടി ദൂരത്തേക്കുള്ള വെളിച്ചം അയാൾക്ക് ലഭിക്കും. അങ്ങനെ ഓരോ ചുവടായി വെച്ച് അയാൾക്ക് ആ വലിയ ഇരുണ്ട കാട് മുഴുവനായി കടക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ലക്ഷ്യസ്ഥാനം വരെ കൃത്യമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മുന്നോട്ടുള്ള ആദ്യത്തെ ചുവട് വയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വഴികൾ തനിയെ തെളിഞ്ഞുവരും. നമ്മുടെ യാത്രകളെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ മറ്റൊരു ഘടകം മറ്റുള്ളവരുടെ വിമർശനങ്ങളാണ്. ഞാൻ ഈ കാര്യം ചെയ്താൽ മറ്റുള്ളവരെന്തു വിചാരിക്കും, ബന്ധുക്കൾ എന്തു പറയും, സുഹൃത്തുക്കൾ കളിയാക്കില്ലേ എന്ന ഭയം. ഒരു കൊട്ടയ്ക്കുള്ളിൽ നിറയെ ഞണ്ടുകളെ ഇട്ടുവച്ചിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കൊട്ടയ്ക്ക് അടപ്പാവശ്യമില്ല. കാരണം ഏതെങ്കിലും ഒരു ഞണ്ട് മുകളിലേക്ക് വലിഞ്ഞു കയറി പുറത്തുപോകാൻ ശ്രമിച്ചാൽ താഴെയുള്ള മറ്റു ഞണ്ടുകൾ അതിൻ്റെ കാലിൽ പിടിച്ച് വീണ്ടും താഴേക്ക് തന്നെ വലിച്ചിടും. നമ്മുടെ സമൂഹവും പലപ്പോഴും ഇങ്ങനെയെല്ലാമാണ്. നിങ്ങൾ സാധാരണക്കാരനിൽ സാധാരണനായി ജീവിക്കുന്നിടത്തോളം കാലം അവർക്ക് പ്രശ്നമില്ല. എന്നാൽ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഉയരങ്ങളിലേക്ക് പറക്കാനും ശ്രമിക്കുമ്പോൾ ഈ സമൂഹം നിങ്ങളെ താഴേക്ക് വലിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ അവർ പരിഹസിക്കും. കാരണം നിങ്ങളുടെ വിജയം അവരുടെ പരാജയങ്ങളെയാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്തരം വിമർശകരോട് നിങ്ങൾ ഒരിക്കലും വാക്കുകൾ കൊണ്ട് തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. കാരണം സ്വന്തമായി സ്വപ്നങ്ങളില്ലാത്തവർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലിപ്പം മനസ്സിലാകില്ല. നിശബ്ദമായി നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കുക. നിങ്ങളുടെ വിജയം അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാകട്ടെ. നിങ്ങൾ പരാജയപ്പെടുമ്പോഴോ നിങ്ങൾക്ക് വിശക്കുമ്പോഴോ നിങ്ങളെ സഹായിക്കാൻ വരാത്ത ഈ നാട്ടുകാർക്ക് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കാനുള്ള യാതൊരു അധികാരവുമില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിനെപ്പോഴും സുരക്ഷിതമായിരിക്കാനാണിഷ്ടം. ബുദ്ധിമുട്ടുകളില്ലാത്ത, വേദനകളില്ലാത്ത നമ്മുടെ കംഫർട്ട് സോണിൽ കിടക്കാൻ അത് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയണം: നിങ്ങൾക്ക് സുഖം തോന്നുന്ന ആ കംഫർട്ട് സോണിൽ ഒരൊറ്റ ചെടി പോലും വളരില്ല. വളർച്ച എപ്പോഴും നടക്കുന്നത് വേദനകളിലൂടെയാണ്.
ഒരു കൊക്കൂണിനുള്ളിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുന്ന ചിത്രശലഭത്തിന്റെ കഥ വളരെ പ്രശസ്തമാണ്. പുറത്തുവരാൻ വേണ്ടി ആ ചിത്രശലഭം വലിയൊരു പോരാട്ടമാണ് നടത്തുന്നത്. ഇത് കണ്ട് സഹതാപം തോന്നിയ ഒരാൾ ഒരു കത്രികയെടുത്ത് ആ കൊക്കൂൺ പതുക്കെ മുറിച്ചുകൊടുത്തു. ചിത്രശലഭം വളരെ എളുപ്പത്തിൽ പുറത്തുവന്നു. എന്നാൽ അതിന് ഒരിക്കലും ആകാശത്തേക്ക് പറക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ കൊക്കൂണിനുള്ളിൽ അത് നടത്തുന്ന ആ കഠിനമായ പോരാട്ടത്തിലൂടെയും വേദനയിലൂടെയുമാണ് അതിന്റെ ചിറകുകളിലേക്ക് രക്തമൊഴുകിയെത്തുന്നതും പറക്കാനുള്ള കരുത്തതിന് ലഭിക്കുന്നതും. ആ പോരാട്ടം ഒഴിവാക്കിക്കൊടുത്തപ്പോൾ അതിന്റെ കരുത്താണില്ലാതായത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും വേദനകളും നിങ്ങളെ തകർക്കാനല്ല വന്നിട്ടുള്ളത്, മറിച്ച് നിങ്ങളുടെ ചിറകുകൾക്ക് കരുത്തേകാൻ വന്നിട്ടുള്ളതാണ്. നാളെ വലിയൊരു ആകാശത്തേക്ക് പറന്നുയരാൻ പ്രകൃതി നിങ്ങളെ ഒരുക്കുകയാണ്. തീച്ചൂളയിൽ എരിയുന്ന ഇരുമ്പിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. സാധാരണ വെറുതെ കിടക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിന് വലിയ വിലയൊന്നുമില്ല. എന്നാൽ അത് തീച്ചൂളയിൽ കിടന്ന് ചുറ്റുപഴുത്ത് കനത്ത ചുറ്റിക കൊണ്ട് നിരന്തരം ഇടിയേറ്റ് പദം വരുമ്പോഴാണ് അത് മൂർച്ചയുള്ള വിലപിടിപ്പുള്ള ഒരു വാളായി മാറുന്നത്, വലിയ വലിയ ആയുധങ്ങളായി മാറുന്നത്. എത്രത്തോളം തീയിലെരിയുന്നുവോ അത്രത്തോളം അതിന്റെ കരുത്തു വർദ്ധിക്കും. നിങ്ങളിന്ന് കടന്നുപോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനകൾ, ഇതെല്ലാം ആ തീച്ചൂളയാണ്. ഈ തീയിൽ നിങ്ങൾ എരിഞ്ഞടങ്ങുകയല്ല, മറിച്ച് മൂർച്ചയുള്ളൊരു വാളായി ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറുകയാണ്. ജീവിതത്തിൽ പലർക്കും മുന്നോട്ടു പോകാൻ കഴിയാത്തതിന്റെ മറ്റൊരു കാരണം അവർ കഴിഞ്ഞകാല പരാജയങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ തോറ്റുപോരവനാണ്, എനിക്കിനി ഒന്നിനും കഴിയില്ല എന്ന വിശ്വാസം. അടപ്പുള്ള ഒരു ചില്ലുകുപ്പിയിൽ കുറച്ച് പ്രാണികളെ അടച്ചുവെച്ച ഒരു ശാസ്ത്ര പരീക്ഷണമുണ്ട്. ആ പ്രാണികൾ തുടർച്ചയായി മുകളിലേക്ക് ചാടാൻ ശ്രമിക്കുകയും കുപ്പിയുടെ അടപ്പിൽ തട്ടി താഴേക്ക് തന്നെ വീഴുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവ ആ അടപ്പിന്റെ അത്രയും ദൂരം മാത്രം ചാടാൻ ശീലിച്ചു. പിന്നീട് ശാസ്ത്രജ്ഞർ ആ കുപ്പിയുടെ അടപ്പ് എടുത്തുമാറ്റി. എന്നിട്ടും ആ പ്രാണികൾക്കൊന്നിനും ആ കുപ്പിക്ക് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല. കാരണം അവയുടെ മനസ്സിൽ ആ അടപ്പ് ഇപ്പോഴുമുണ്ട്. തങ്ങൾക്കതിനപ്പുറം ചാടാൻ കഴിയില്ല എന്നവയുടെ മനസ്സ് വിശ്വസിച്ചു കഴിഞ്ഞു. നമ്മളിൽ പലരും ഇതുപോലെ തന്നെയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞുപോയതുകൊണ്ടോ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ടതുകൊണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ കഴിവുകൾ അവിടെ അവസാനിക്കുന്നില്ല. അതൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിൽ വെച്ച അദൃശ്യമായ അടപ്പുകളാണ്. ആ പരിധികൾ നിങ്ങൾ തന്നെ പൊട്ടിച്ചെറിയണം. ഈ ലോകത്തിൽ തോൽവികളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. തോൽവി എന്നത് അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള പാഠപുസ്തകമാണ്. വീഴുന്നത് സ്വാഭാവികമാണ്, എന്നാൽ വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം. ഇന്നത്തെ തലമുറ എപ്പോഴും അന്വേഷിക്കുന്നത് മോട്ടിവേഷനാണ്. എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ മാത്രം ചെയ്യുക, അല്ലാത്തപ്പോൾ വെറുതെ ഇരിക്കുക. മോട്ടിവേഷൻ എന്നതൊരു മഴ പോലെയാണ്. അത് വരും പോകും. അതിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് അച്ചടക്കമാണ്, സ്വന്തം ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത. നിങ്ങൾക്ക് പഠിക്കാൻ യാതൊരു താൽപ്പര്യമില്ലാത്ത ദിവസമായിരിക്കും. നിങ്ങൾക്ക് കഠിനമായ തലവേദനയുള്ള ദിവസമായിരിക്കും. നിങ്ങളുടെ മനസ്സാകെ തകർന്നിരിക്കുന്ന സമയമായിരിക്കും. എങ്കിലും ഇന്ന് ഞാനിത് ചെയ്യും എന്ന് നിങ്ങൾ നിശ്ചയിച്ച ആ കാര്യം നിങ്ങളുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ അച്ചടക്കം. നിങ്ങളുടെ വികാരങ്ങൾക്കൊരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ അവകാശം കൊടുക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം മുതലാണ് നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നത്. നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതും എന്നാൽ ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്തതുമായ ഒന്നാണ് സമയം. ഒഴുകുന്ന ഒരു നദിയെ നിങ്ങൾ സങ്കൽപ്പിക്കുക. ആ നദിയിലെ വെള്ളത്തിൽ നിങ്ങൾക്കൊരിക്കലും 2 തവണ സ്പർശിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെ തഴുകി കടന്നുപോയ ആ വെള്ളം പിന്നെ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരില്ല. അത് എന്നേക്കുമായി കടന്നുപോയി. സമയവും കൃത്യമായി ഇതുപോലെ തന്നെയാണ്. ഈ നിമിഷം ഞാൻ ഈ സംസാരിക്കുന്ന വാക്ക്, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡ്, ലോകത്തിലെ സർവ്വസമ്പത്തും കൊടുത്താലും ഈ നിമിഷം നിങ്ങൾക്ക് തിരികെ വാങ്ങാൻ കഴിയില്ല. എന്നിട്ടും ഈ വിലപ്പെട്ട സമയം നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് പാഴാക്കുന്നത്? ഒരു ലക്ഷ്യവുമില്ലാതെ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ, മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയാൻ ചിലവഴിക്കുന്ന സമയം, നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന സമയം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഒരു ചുവടുപോലും അടുപ്പിക്കാത്ത എന്ത് കാര്യവും നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ മത്സരിക്കുന്ന ഈ ലോകത്ത് ഒരു കുതിരയ്ക്ക് കടിഞ്ഞാളിട്ട് ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കാൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം. ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കാൻ നമ്മൾ ഭയപ്പെടുന്നു. ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ഓർക്കുക, ലോകത്തിൽ 2 തരത്തിലുള്ള വേദനകളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അച്ചടക്കത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വേദന. 2, കാലങ്ങൾ കഴിഞ്ഞ് ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടാകുന്ന കുറ്റബോധത്തിന്റെ അഥവാ ഖേദത്തിന്റെ വേദന. ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കുന്നതിന്റെ വേദന കുറച്ചുനാൾ മാത്രമേ കാണൂ.
എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു മൂലയ്ക്ക് തളർന്നിരിക്കുമ്പോൾ അന്നെനിക്ക് ആ അവസരമുണ്ടായിരുന്നു, എനിക്ക് കഴിവുണ്ടായിരുന്നു, എന്നിട്ടും മറ്റുള്ളവരെ ഭയന്ന് ഞാൻ പിന്മാറിയല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു വേദന ഈ ഭൂമിയിലില്ല. ആ കുറ്റബോധം നിങ്ങളെ ഉള്ളിലിരുന്ന് കാർന്നു തിന്നും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ അവസാന ദിവസം, മരണക്കിടക്കയിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്കൊരാൾ നടന്നു വരികയാണ്. അയാൾ മറ്റാരുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാകാൻ കഴിഞ്ഞിരുന്ന ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയ നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അയാൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ്, നമുക്കൊന്നിച്ച് ഈ ലോകം കീഴടക്കാമായിരുന്നു. വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നീ കുറച്ചുപേരുടെ വാക്കുകൾ കേട്ട് ഭയന്ന് പിന്മാറി. നിന്റെ മടി കാരണം നീ ആ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് ഞാൻ എന്നേക്കുമായി നിന്നോടൊപ്പം മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടോ? നിങ്ങൾ ജനിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തിയാക്കാതെ, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക എന്നത് ഏറ്റവും വലിയ പരാജയമല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ ചുറ്റുപാടുകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിങ്ങളെ വിമർശിക്കുന്നവരോ നിങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിച്ചവരോ അല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു വളരെ നിശബ്ദനായി, വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. അതിന്റെ പേരാണ് കംഫേർട്ട് സോൺ, അഥവാ എപ്പോഴും സുരക്ഷിതമായിരിക്കുക എന്ന അവസ്ഥ. ഒരു തണുത്ത പുലരിയിൽ നമ്മൾ മൂടിപ്പുതച്ചു കിടക്കുന്ന കമ്പിളി പുതുപ്പ് പോലെയാണത്. അതിനുള്ളിൽ വലിയ സുഖമാണ്, ചൂടാണ്, യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ആ പുതപ്പ് മാറ്റി പുറത്തുവരാൻ വലിയ മടിയായിരിക്കും. എന്നാൽ ആ സുഖം ഒരു വലിയ കെണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ഭാവിയെയും ഇല്ലാതാക്കുന്ന ഏറ്റവും മാരകമായ വിഷമാണ് ഈ കംഫേർട്ട് സോൺ. നമ്മുടെ മനസ്സിന് മാറ്റങ്ങളെ എപ്പോഴും വലിയ ഭയമാണ്. വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും അതിന് യാതൊരു താൽപ്പര്യവുമില്ല. അതുകൊണ്ട് എപ്പോഴും സുരക്ഷിതമായ കംഫേർട്ട് സോണിൽ തന്നെ ഇരിക്കാനാണ് അത് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രകൃതിയിലെ ഒരു വിത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു വിത്ത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അടച്ചു വയ്ക്കുമ്പോഴാണ്. അവിടെ അതിനെ മഴയോ വെയിലോ കാറ്റോ ഒന്നും ബാധിക്കില്ല. പക്ഷേ ആ സുരക്ഷിതത്വത്തിൽ അങ്ങനെ ഇരുന്നാൽ അതെന്നെങ്കിലും ഒരു മരമാകുമോ? ഇല്ല. അതൊരു വലിയ വടവൃക്ഷമായി മാറണമെങ്കിൽ ആ സുരക്ഷിതമായ കവചം ഉപേക്ഷിച്ച് അത് മണ്ണിലേക്ക് വീഴണം. ഇരുട്ടിൽ വലിയ മണ്ണടുക്കുകൾക്ക് താഴെ കിടന്ന് സ്വന്തം പുറന്തോട് പൊട്ടിക്കുന്ന വലിയ വേദന അത് സഹിക്കണം. ആ വേദനയിലൂടെ മാത്രമേ ഒരു പുതിയ ജീവൻ പുറത്തുവരികയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലും ഇതുപോലെ വലിയൊരു മരമാകാനുള്ള, വലിയൊരു വിജയമാകാനുള്ള അപാരമായ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ ഈ കംഫേർട്ട് സോണിൽ തന്നെ തുടരാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ആ വിത്തിനെപ്പോലെ നിങ്ങളും ഒരു മാറ്റവുമില്ലാതെ, ആർക്കും പ്രയോജനമില്ലാതെ കാലയളവിൽ ഇല്ലാതാകും. ഒഴുകാത്ത വെള്ളം കുറച്ചുനാൾ കഴിയുമ്പോൾ ചീഞ്ഞു നാറുന്നതുപോലെ വെല്ലുവിളികളില്ലാത്ത, പുതിയ കാര്യങ്ങൾ പഠിക്കാത്ത, വളർച്ചയില്ലാത്ത ജീവിതം വലിയ മടുപ്പുളവാക്കും. ഈ കംഫേർട്ട് സോണിൽ നമ്മളെ പിടിച്ചിരുത്താൻ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വലിയ തന്ത്രമുണ്ട്, ഒരു വലിയ കള്ളം. അതാണ് നാളെ എന്ന വാക്ക്. നാളെ മുതൽ ഞാൻ വ്യായാമം തുടങ്ങും. നാളെ മുതൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി പഠിച്ചു തുടങ്ങും. നാളെ ഞാൻ പുതിയൊരു മനുഷ്യനാകും. കേൾക്കാൻ എന്ത് രസമുള്ള, എന്താശ്വാസം തരുന്ന വാക്കാണല്ലേ അത്? കാരണം ഇന്ന് കഷ്ടപ്പെടാതിരിക്കാൻ, ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണത്. പക്ഷേ ഈ നിമിഷം ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ആ നല്ല സമയം ഒരിക്കലും തനിയെ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടില്ല. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നാളെ ചെയ്യാം എന്ന ഈ വലിയ നുണയിൽ വിശ്വസിക്കുന്നത് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ അവസാനിപ്പിക്കുക. വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയന്ന് പിന്മാറാറുണ്ട്. ഒറ്റയടിക്കൊരു വലിയ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് അസാധ്യമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ വീണ്ടും കംഫേർട്ട് സോണിലേക്ക് തന്നെ ചുരുങ്ങും. എന്നാൽ ഓർക്കുക, വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് സംഭവിക്കില്ല. അവ വളരെ ചെറിയ ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ നാളെ മുതൽ 3 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കില്ല. പകരം എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ വെറും 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് വെറുമൊരു 30 മിനിറ്റ് കുറച്ച് ആ സമയം പുതിയൊരു കാര്യം പഠിക്കാനോ വായിക്കാനോ വ്യായാമം ചെയ്യാനോ മാറ്റിവെക്കുക. ഇതാണ് മാറ്റത്തിന്റെ തുടക്കം. അതുപോലെ തന്നെ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം ഇന്നു തന്നെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു ജോലിയുണ്ട്. അത് ചെയ്തു തീർക്കാൻ വെറും 2 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ അത് പിന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കരുത്. അപ്പോൾ തന്നെ അത് ചെയ്തു തീർക്കുക. ഈ ചെറിയ വിജയങ്ങൾ, ഈ ചെറിയ ചുവടുവെപ്പുകൾ നിങ്ങളുടെ മനസ്സിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും.
നമ്മളിൽ പലരും എപ്പോഴും കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു വലിയ മോട്ടിവേഷൻ വേണ്ടി. എനിക്കിന്ന് വർക്ക് ചെയ്യാനൊരു മൂഡില്ല, എനിക്ക് തുടങ്ങാനൊരു ഇൻസ്പിരേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ? എപ്പോഴും മോട്ടിവേഷൻ ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മോട്ടിവേഷൻ എന്നത് വെറുമൊരു വികാരം മാത്രമാണ്. അത് ചിലപ്പോൾ വരും, ചിലപ്പോൾ പോകും. അതിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സ്ഥിരതയോടെ മുന്നോട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് മോട്ടിവേഷനല്ല, മറിച്ച് അച്ചടക്കം അഥവാ ഡിസിപ്ലിനാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ മൂടില്ലാത്ത ദിവസങ്ങളിലും ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സിന്റെ കരുത്താണ് അച്ചടക്കം. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളെ നിയന്ത്രിക്കാൻ അവകാശം കൊടുക്കരുത്. എനിക്കിന്ന് മടിയാണ് എന്ന് മനസ്സ് പറയുമ്പോൾ, ഇല്ല, ഞാനിത് ചെയ്തിരിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളായിരിക്കണം നിങ്ങളുടെ വികാരങ്ങളുടെ യജമാനൻ. ജീവിതത്തിൽ പ്രധാനമായും 2 തരം വേദനകളാണുള്ളത്. ഒന്ന് അച്ചടക്കത്തിന്റെ വേദന, രണ്ടാമത്തേത് ഖേദത്തിന്റെ അഥവാ കുറ്റബോധത്തിന്റെ വേദന. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെയോ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങി നടക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിനുവേണ്ടി പഠിക്കുന്നതിന്റെയോ ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നതിന്റെയോ ഒക്കെ വേദന കുറച്ചുനാൾ മാത്രമേ കാണുകയുള്ളൂ. ഈ അച്ചടക്കത്തിന്റെ വേദന സഹിക്കാൻ നിങ്ങൾ ഇന്ന് തയ്യാറായില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഖേദത്തിന്റെ വലിയ വേദനയായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ന് ഞാൻ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ, മറ്റുള്ളവരെ ഭയക്കാതെ കുറച്ചുകൂടി ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇന്ന് മറ്റൊന്നായിരുന്നല്ലോ എന്നോർത്ത് വിലപിക്കുന്നതിനേക്കാൾ വലിയൊരു നരകം ഈ ഭൂമിയിലില്ല. ആ ഖേദത്തിന്റെ വേദന, ആ കുറ്റബോധം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടും. ആ വേദനയ്ക്ക് ടൺ കണക്കിന് ഭാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കുക. നിങ്ങളുടെ സുരക്ഷിതമായ ആ കൂട്ടിൽ നിന്ന് പുറത്തു കടക്കുക. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയപ്പെടരുത്, തോൽവികളെ ഭയപ്പെടരുത്. നിങ്ങൾ ജനിച്ചത് വെറുതെ ജീവിച്ചു മരിക്കാനല്ല. നിങ്ങളുടെ ജീവിതമെന്ന വലിയ സിനിമയിലെ നായകൻ നിങ്ങളാണ്. അതിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ തിരക്കഥയിലെ അടുത്ത പേജ് ഇപ്പോൾ ശൂന്യമായി കിടക്കുകയാണ്. അത് പഴയതുപോലെ തന്നെ ഭയത്തോടെയും മടിയോടെയും യാതൊരു മാറ്റങ്ങളുമില്ലാതെ എഴുതി തീർക്കണമോ, അതോ പ്രതിസന്ധികളെ കീറിമുറിച്ച് മുന്നേറുന്ന വലിയൊരു വിജയഗാഥയായി മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മാറ്റം തുടങ്ങേണ്ടത് നാളെയല്ല, ഇന്നാണ്, ഈ നിമിഷമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു തുടങ്ങുക, മുന്നോട്ട് കുതിക്കുക. ആ വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.